ഹായ് ഗൈസ്, അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു കരുതുന്നു. ഇവിടുത്തെ ഞാനും വാവച്ചിക്ക് സുഖമായിട്ടിരിക്കുന്നു. ഇപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ വീട്ടിൽ. വാവച്ചി സ്കൂളിൽ പോയേക്കാണ്. അപ്പം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വ്ളോഗ് ഇട്ടത് വാവച്ചിനെ സ്കൂളിലേക്ക് വിടുന്ന ഒരു വ്ളോഗായിരുന്നു കേട്ടോ, ഒരു മോർണിംഗ് വ്ളോഗായിരുന്നു. അതിനുശേഷം വ്ളോഗ് എടുത്തിട്ടില്ല, കുറച്ച് തിരക്കായി പോയി. അപ്പം ഞാൻ ഇപ്പോൾ വ്ളോഗ് എടുക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അതായത് വ്ളോഗ് എടുക്കുമ്പോൾ എനിക്ക് കുറച്ചും കൂടെ ഹാപ്പിനെസ് കിട്ടുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് എൻ്റെ ലൈഫിൽ ഞാൻ ഇപ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് വ്ളോഗ് എടുക്കുമ്പോഴാണെന്ന് തോന്നുന്നു. അപ്പം മേ ബി ഇനിയിപ്പം ഡെയിലി വ്ളോഗ് എടുക്കാൻ ചാൻസ് ഉണ്ടാവും. കാരണം ഞാൻ എന്താ പറയുക, എൻ്റെ ലൈഫിൽ ഞാൻ തന്നെ കണ്ടെത്തി എനിക്ക് എങ്ങനെ ഹാപ്പിനെസ് കിട്ടും എന്ന് കണ്ടെത്തിയപ്പം എനിക്ക് തോന്നുന്ന വ്ളോഗ് എനിക്കൊരു സന്തോഷം തരുന്ന ഒരു സംഭവമാണെന്ന് മനസ്സിലായി. നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഇതെടുക്കുമ്പം എൻ്റെ മനസ്സിൽ ഭയങ്കര ഒരു കുളിർമയോ എന്തൊക്കെയോ കിട്ടുന്നുണ്ട്. അങ്ങനെ അപ്പം നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. വാവച്ചില്ലാണ്ട് ഞാൻ തന്നെയാണ് സ്വാഗതം പറയുന്നത്. അപ്പം അപ്പോൾ ഇന്ന് തിങ്കളാഴ്ചയാണ് കേട്ടോ. ഇന്ന് വാവച്ചിക്ക് സ്കൂളിൽ പോകാൻ ഭയങ്കര മടിയായിരുന്നു. ശനിയും ഞായറും ഒക്കെ ലീവ് കഴിഞ്ഞ് തിങ്കളാഴ്ച പോകുമ്പോൾ നോർമലി സ്വാഭാവികമാണല്ലോ, എന്തായാലും മടി കാണുക. അപ്പോൾ വാവച്ചിക്ക് ഭയങ്കര മടിയായിരുന്നു. വെള്ളിയാഴ്ച ആണെങ്കിലോ വാവച്ച ഒരു 6:06 എണീച്ചിട്ട് ഇന്നും കൂടെ സ്കൂളിൽ പോയാൽ മതി ഭയങ്കരമായിട്ട് എണീറ്റ് സന്തോഷത്തിൽ ഇങ്ങനെ റെഡിയായി. ഇന്നാണെങ്കിലോ ഇന്ന് സ്കൂളിൽ പോകണോ എന്ന് പറഞ്ഞ് ഭയങ്കര സങ്കടത്തിലാണ് എണീറ്റത്. അപ്പം അതിനൊരു ഡിഫറൻസ് ഉണ്ട് ഇന്ന് തിങ്കളാഴ്ചയായിട്ട്. അപ്പോൾ വാവച്ചിനെ വിളിക്കാൻ പോകണം. പിന്നെ ഇന്ന് ചിലപ്പം ഇന്ന് എനിക്ക് ചിലപ്പോൾ ഇവിടെ പോകേണ്ടി വരും, എവിടെ ഹോസ്പിറ്റലിൽ. കാരണം ഞാൻ ബ്ലഡ് ചെക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ബ്ലഡ് ചെക്ക് ചെയ്തതിൻ്റെ റിസൾട്ടൊക്കെ വന്നിട്ടുണ്ട്. അപ്പം ഇത് എനിക്ക് 2 മാസം കൂടുമ്പം ഞാൻ ചെക്ക് ചെയ്യുന്നതാണ് കേട്ടോ. കാരണം എനിക്ക് പ്രഗ്നൻസി ടൈമിൽ ഷുഗർ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ഷുഗർ ടെസ്റ്റൊക്കെ ചെയ്യും. പിന്നെ തൈറോയ്ഡ്, ഷുഗർ, അങ്ങനെ കൊളസ്ട്രോൾ, അങ്ങനെ എല്ലാ സംഭവങ്ങളും ഞാൻ ചെക്ക് ചെയ്യുന്നുണ്ട്. കാരണം നമുക്കറിയാൻ പറ്റില്ലല്ലോ നമുക്ക് എന്താ നാളെ ഷുഗറാണോ പ്രഷറാണോ വരുന്നതെന്ന്. അതുകൊണ്ട് മന്ത്ലി ചെക്ക് ചെയ്യും. മന്ത്ലി അല്ല, ആക്ച്വലി 2 മാസം കൂടുമ്പോൾ ഞാൻ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ അതങ്ങനെ ഒന്ന് ചെക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ റിസൾട്ട് വാങ്ങിയിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടറെ പോയി ചെക്ക് ചെയ്യണം. അതാണ് ഇന്നത്തെ വിശേഷം. പിന്നെ വാവച്ചനെ വിളിക്കണം, ആദ്യം വാവച്ചനെ വിളിക്കണം. പിന്നെ വൈകുന്നേരം സമയം കിട്ടുമ്പോൾ ഹോസ്പിറ്റലിൽ പോകണം. അതാണ് നമ്മുടെ ഇന്നത്തെ വ്ളോഗിൽ. പിന്നെ എന്തൊക്കെയാണെന്ന് നമുക്കറിയത്തില്ലല്ലോ. അപ്പം പോകുന്ന വഴിയിൽ എന്തൊക്കെയാണ് കാണിക്കാൻ പറ്റുന്നതൊക്കെ കാണിച്ചു തരാം. നല്ല ക്ലൈമറ്റാണ്, മഴയൊന്നും ഇല്ല, വെയിലും ഇല്ല. പക്ഷെ എന്നാലും ഇത് ഞാൻ കുട എടുത്തിട്ടുണ്ട്. എപ്പോഴാണ് മഴ വരണമെന്ന് അറിയത്തില്ല. നല്ല വെയിലായിരിക്കും, പെട്ടെന്ന് മഴ പെയ്യും. ഒരു വൃത്തികെട്ട ഒരു സംഭവമായിപ്പോയി അത്. എന്നാലും കുഴപ്പമില്ല. ഇത് കണ്ടോ, ഇപ്പോൾ ഞാൻ പതുക്കെ പോവാണ്. ഇത് കണ്ടോ, പുതിയ മൂവി ഇറങ്ങിയിട്ടുണ്ട് 3 BHK. അപ്പോൾ ഇതൊന്നും പോയി കാണുന്നുണ്ട് സമയം കിട്ടുമ്പം. അപ്പോൾ ഞാൻ വാവച്ചിയുടെ ഹോസ്പിറ്റലിൽ കാണിച്ചിടാം. അതായത് വാവച്ചി ജനിച്ച ഹോസ്പിറ്റൽ ഇതാണ് കേട്ടോ. ഇത് വാവച്ചിയുടെ സ്കൂളിൻ്റെ അടുത്താണ്. വാവച്ചി സ്കൂൾ വിട്ട് വരുമ്പോഴും പോകുമ്പോഴും ഇത് കാണുമ്പോൾ ഞാൻ ജനിച്ച ഹോസ്പിറ്റൽ അങ്ങനെ എപ്പോഴും പറയാറ്. ഇത് ഭാരതി, വാവച്ചിയുടെ ഫ്രണ്ടിൻ്റെ അമ്മ. ഇപ്പോൾ എൻ്റെ ഫ്രണ്ടാണ്. വാവച്ചിയുടെ അംഗൻവാടിയിൽ വച്ച് മീറ്റ് ചെയ്തതാണ്. അങ്ങനെ വാവച്ചി ഹർഷി ഭയങ്കര കൂട്ടായി. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ രണ്ടും ഒന്നിച്ചാണ് വിളിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഭയങ്കര കൂട്ടായി, ഇങ്ങനെ ഭയങ്കര ക്ലോസ് ആയി. വാവച്ചി എങ്ങനെ ഹർഷശ്രീയായിട്ട് ക്ലോസ് ആയി, അതേപോലെ ഞാനും ഇപ്പോൾ ഭയങ്കര ക്ലോസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെ പിന്നെ ഞങ്ങൾ വാവച്ചിനെ വിളിക്കാൻ പോവാണ്. 3:30 ക്ലാസ് കഴിയുന്നത്. ഇപ്പോൾ 3:25. അപ്പോൾ നമ്മൾ പോയി വിളിച്ചിട്ട് വരാം. വാവച്ചി ഓൾറെഡി പറഞ്ഞു നേരത്തെ വരണമെന്ന്, 1 മണിക്ക് വരണം എന്നാണ് പറഞ്ഞത്. ഇനി 3:30 പോയി വിളിക്കാൻ പോവാണ്. അപ്പോൾ വാവച്ചിയുടെ സ്കൂളിൻ്റെ അടുത്തെത്തി. ഞാൻ കുറച്ച് സ്ഥലങ്ങൾ കാണിച്ചു തരാം. വാവച്ചിയുടെ സ്കൂളിൻ്റെ കുറച്ച് സ്ഥലങ്ങൾ. ഇവിടെ ഒരു പള്ളിയുണ്ട്. ഫൈനലി വാവച്ചിനെയും ഹർഷേനെയും നമ്മൾ സ്കൂളിൽ നിന്ന് വിളിച്ചോണ്ട് വന്നു. ഇന്നലെ രാത്രിയിൽ വാവച്ചി ഹർഷേനെ വിളിച്ചിട്ട് മിണ്ടിയില്ല ഹർഷ. അപ്പം അതിൻ്റെ കാര്യങ്ങൾ പറയാണ് ഇവിടെ. അവള് കൊഞ്ചം സ്പേസ് കൊടുങ്ങ. അത് ഇവിടെ ഇത്രയും സ്പേസ് ഉണ്ട്, അവൾക്ക് അവിടെ തന്നെ ഇരിക്കണം. വാവച്ചിക്ക്
വാവച്ചി ഇത്രയും സ്പേസ് ഇല്ലേ, അവിടെ സ്ഥലമില്ല ഇരിക്കാൻ. എന്തൊരു സ്നേഹം, താഴോട്ട് മറിഞ്ഞു വീഴാണ്ടിരിക്കണേ. അതാണ് ഞങ്ങൾ പറഞ്ഞ ഹർഷശ്രീ. ഹർഷ, വാവച്ചി പോവാൻ വാ. ഹർഷ വാടാ. ഞണ്ടോ എവിടെ? അയ്യോ എന്റെ ബാഗ് പോകും ഞണ്ടില് കാണാൻ പോയിട്ട്. അത് വേറെ എന്തോ ഞണ്ടല്ല. അപ്പൊ ഞണ്ടിനെ നോക്കി എന്റെ ബാഗ് പോയാനെ. ആ അതിൽ കൂടെ കയറുന്നേ. ആ അത് മമ്മയുടെ സ്കൂള്. ആ കൊണ്ടുപോവാ. To the city streets, we began to feel the fire. We rise like. എങ്ങനെയുണ്ടായിരുന്നു സ്കൂള്? ആർക്ക്? സീരിയസ്ലി ഇഷ്ടപ്പെട്ടോ? എന്താ ടീച്ചർ പഠിപ്പിച്ചേ? പഠിപ്പിച്ചോ? പിന്നെന്തൊക്കെ പഠിപ്പിച്ചേ? എഴുതാൻ പഠിച്ചോ വാവച്ചി? അങ്ങനെയാണോ? ഓ യെസ്, ഗുഡ് ഗേൾ ആണ് കേട്ടാ. ഹോംവർക്ക് ഉണ്ടോ വാവച്ചി? ഉണ്ടോ? ആഹാ ആണോ? വാവച്ചി പഠിച്ചോ? അവിടെ നിന്ന് പഠിച്ചോ ക്ലാസ്സിൽ വെച്ച്? ഗുഡ് ഗേൾ. കാണിച്ചു തരണേ. ഓക്കെ. വാവച്ചി ഹോംവർക്ക് ചെയ്യാൻ നിനക്ക് ഇഷ്ടമാണോ? സീരിയസ്ലി? ചെയ്യുമ്പോൾ അറിയാം ഹോംവർക്ക് ചെയ്യുന്നത് ഇഷ്ടമാണോ ഇല്ലയോ എന്ന്, അല്ലേ? വേഗം ചെയ്യണം കേട്ടോ. വേഗം ചെയ്യുവാണെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ടിരിക്കാം. ഓക്കെ. ആദ്യം വാവച്ച് പോയി ഫ്രഷ് ആകാം. നമുക്ക് പോയി മേലൊക്കെ കഴുകി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാം. ഓക്കെ ആണോ? അപ്പം നമ്മൾ ഫ്രഷ് ആയിട്ട് വരാം. ആര്? നിങ്ങളുടെ ആര്? നിങ്ങൾ കൊല്ലേ? അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് അല്ലേ? അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. നിങ്ങൾ എൻ്റെ ഫ്രണ്ട്സ് ആണോ അത് വാവച്ചിയുടെ ഫ്രണ്ട്സ് ആണോ എന്ന്. മിക്കവാറും എല്ലാവരും വാവച്ചിയുടെ ഫ്രണ്ട്സ് എന്നായിരിക്കും കമൻറ്റ് ചെയ്യണേ. ആരെങ്കിലും എൻ്റെ ഫ്രണ്ട് എന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്യണം പ്ലീസ്. പ്ലീസ്. അതെന്താ എനിക്ക് കമൻറ്റ് ചെയ്താൽ കുഴപ്പം? പാവല്ലേ മമ്മ. ആരെങ്കിലും കമൻറ്റ് ചെയ്ത് നോക്കാം. ചെയ്യണേ പ്ലീസ്. ചെയ്യുമായിരിക്കും എന്ന പ്രതീക്ഷയോടെ ഞാൻ വാവച്ചീനെ ഫ്രഷ് ആക്കിയിട്ട് വരാം. ഓക്കെ. എന്നെ എന്തിനാ അടിച്ചത് ഇപ്പോ? ഓടി വേണേ. ശരിയൊക്കെ ഫ്രഷ് ആവാം. ലഞ്ച് സ്നാക്സ് ഒക്കെ കഴിച്ചു വാവച്ച് കറക്റ്റായിട്ട്? ഫുള്ള് ലഞ്ച് ഫുള്ള് കഴിച്ചോ? സ്നാക്സോ? ഗുഡ് ഗേൾ. വാശി ഗുഡ് ഗേൾ ആണ് കേട്ടോ. നല്ല കുട്ടിയാണേ. ഫ്രഷായി ഭയങ്കര ഫ്രീ ആയിട്ട് ഗാർഡനിൽ ഇങ്ങനെ ഉലാത്തുകയാണ് കേട്ടോ. ഈ സമയം വാച്ചിട്ട് ഫ്രീ ടൈമാണ്. ഇന്ന് ഹോംവർക്കൊന്നും ഇല്ല, അതുകൊണ്ട് വാച്ചി ഭയങ്കര ഹാപ്പിയാണ്. വാച്ചി ക്ലാസ്സിൽ പോയിട്ട് വന്നിട്ട് വാവച്ചിക്ക് ഭയങ്കര സന്തോഷമാണ്. അതെ. ഇപ്പോൾ വാവച്ചിയുടെ ഏത് ഹോബി എന്ന് വെച്ചാൽ ഇവിടുന്ന് ഇങ്ങനെ ഇല പറിക്കുവേ. ഇങ്ങനെ ഇല പറിച്ചിട്ട് ഈ വെള്ളത്തിലിടും. എന്നിട്ട് ആ ഇല ഇതിൽ കൂടെ പോകുന്നുണ്ടോ എന്ന് കാണാൻ വേണ്ടി വാവച്ചി വന്ന് നിൽക്കും. ദേ പോണണ്ട വെള്ളം. ലീഫ് കണ്ട പറഞ്ഞില്ലായിരുന്നു ബ്ലഡ് ചെക്ക് ചെയ്തിട്ട് അതിന് റിസൾട്ട് വാങ്ങിച്ചിട്ട് ഡോക്ടറെ കാണാൻ പോകുന്നു. അപ്പം അതിലൊരു കാര്യം നടന്നു. ബ്ലഡ് ചെക്ക് ചെയ്തു, അതിൻ്റെ റിസൾട്ട് വാങ്ങിച്ചു. പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഡോക്ടറെ കണ്ടില്ല. നാളെ ആയിരിക്കും മിക്കവാറും പോയി കാണുക. ഡോക്ടറെ കാണാനായിട്ട് പോയി, പക്ഷേ അവിടെ ഭയങ്കര തിരക്കായിരുന്നു.
പിന്നെ ഞാൻ വേഗം പോകുന്നു. ബിക്കോസ് നാളെ വാവച്ചി ക്ലാസ് ഉണ്ട്. പിന്നെ ഞാൻ ലേറ്റായിട്ട് വന്ന് വാവച്ചിക്ക് ഫുഡെല്ലാം കൊടുക്കുമ്പോഴത്തേക്കും കുറച്ച് ലേറ്റാകും കിടക്കാൻ. അപ്പോൾ ഞാൻ ഓർത്തു രാവിലെ എന്തായാലും വാവച്ചി ക്ലാസ്സിൽ പോകുമ്പോൾ ആ സമയത്ത് പോയി കാണാമെന്ന് ഓർത്തു. അപ്പോൾ ഇങ്ങോട്ട് പോകുന്നു. അപ്പം ഒന്ന് അപ്ഡേറ്റ് ചെയ്താണ്. അപ്പോൾ ഇനി എന്താ പരിപാടി എന്ന് വെച്ചാൽ വാവച്ചിക്ക് പതുക്കെ ഡിന്നറൊക്കെ കൊടുക്കുക, നേരത്തെ കിടത്തി ഉറക്കണം. ഇവിടെ 8:30 വാവച്ചിനെ കിടത്തി ഉറക്കും കേട്ടോ. സ്കൂളിലൊന്നും പോകാത്ത ദിവസങ്ങളിൽ ഞാൻ മാക്സിമം 8:30 വാവച്ചിനെ കിടത്തി ഉറക്കുമായിരുന്നു, ഒരു ശീലമാക്കാനായിട്ട്. അപ്പം ഒരു റൊട്ടീൻ വരുമല്ലോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വാവച്ചിക്ക് രാവിലെ എണീക്കാൻ നല്ല ഫ്രഷ് ആയിട്ട് എണീക്കാൻ പറ്റും വാവച്ചിക്ക്. അങ്ങനെയാണ് ഇപ്പോൾ വാവച്ചി ചെയ്യുന്നത്. ഇപ്പം രാവിലെ ഒരു 7 മണിയാകുമ്പോഴത്തേക്കും വാവച്ചി എണീക്കും. 8:30 കിടന്നാലേ വാവച്ചി 7 മണിക്ക് എണീക്കുള്ളൂ. എങ്ങാനും ഒരു 9 മണി 9:30 ആകത്തില്ല, എന്നാലും വല്ലപ്പോഴും ഒക്കെ 9 മണി കഴിയുകയാണെങ്കിൽ വാവച്ചി പിന്നെ വാവച്ചിയുടെ ഉറക്കവേ അന്നത്തെ ശരിയാകത്തില്ല. നമ്മൾ എണീക്കാൻ വേണ്ടി ക്ഷീണമാണെന്നൊക്കെ പറയാം. അതുകൊണ്ട് ഞാൻ മാക്സിമം 8:30 കിടത്തി വെക്കും. അപ്പോൾ അതുകൊണ്ട് വാവച്ചിയുടെ റൊട്ടീൻ അതൊരു പ്രശ്നം ഉണ്ടാകാണ്ടിരിക്കാൻ ഞാൻ നേരത്തെ ഇങ്ങോട്ട് പോന്നിട്ട് നാളെ പോകാമെന്ന് ഓർത്തു. അതായിരുന്നു ഇപ്പം ഞാൻ കാണിക്കാണ്ട് വന്നത്. ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നലെ എനിക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പറ്റിയില്ല. വാവച്ചിനെ നമ്മൾ ക്ലാസ്സിൽ പോയി പിക്കൊക്കെ ചെയ്തല്ലോ. അത് കഴിഞ്ഞ് വീട്ടിൽ വന്ന് സ്നാക്ക് കഴിഞ്ഞ് കളിച്ച് ഹോംവർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും വാവച്ചി ഇന്നലെ 8 മണിക്കേ കിടന്നു തുടങ്ങി. വാവച്ചിക്ക് നല്ല ഉറക്കം വരുമെന്ന് പറഞ്ഞു. സാധാരണ 8:30 ഉറങ്ങുന്നത്. പക്ഷെ ഇന്നലെ വാവച്ചിക്ക് എന്താണെന്നറിയില്ല, ഭയങ്കര ക്ഷീണം, ഉറക്കം വരുമെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും എന്നാൽ ശരി 8 മണിക്ക് വാവച്ചി ഉറങ്ങി. അതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാനും പറ്റിയില്ല, വൈൻഡപ്പ് ചെയ്യാനും പറ്റിയില്ല. അപ്പം ഞാൻ ഓർത്തു ഇന്ന് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അപ്പം ഇന്ന് രാവിലെ വാവച്ചിനെ ക്ലാസ്സിലോട്ട് വിട്ട് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ വീട്ടിൽ വന്നപ്പോഴാണ് ഒരു സംഭവം കിട്ടിയത്. അതായത് മീഷോന്ന് അമ്മ ഡ്രസ്സ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിന് എത്ര രൂപയെന്ന് നിങ്ങളൊന്ന് പറയണേ കേട്ടോ. എത്ര രൂപയായിരിക്കും? ഇതിന് ഒരു 100 രൂപയുള്ളൂ ഒരു ടോപ്പിന്. അപ്പം ഇത് ഡെയിലി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പാണ് കേട്ടോ. അപ്പം അതുകൊണ്ട് ഞാൻ നിങ്ങളൊന്ന് ഷെയർ ചെയ്യാമെന്ന് ഓർത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓർഡർ ചെയ്യാമല്ലോ. അതായത് നല്ല തുണിയാണ് കേട്ടോ, ഒരു കുഴപ്പമൊന്നും തോന്നുന്നില്ല. കണ്ടിട്ടും എന്താ പറയുക, പെട്ടെന്ന് കളറും പോകത്തില്ല എന്ന് തോന്നുന്നു. എനിക്കിഷ്ടപ്പെട്ടു ഈ തുണി. പിന്നെ നമ്മളിത് യൂസ് ചെയ്തിട്ട് നമുക്കിനി പറയാൻ പറ്റുള്ളൂ. അപ്പം ഇതാണ് ഒരു ടോപ്പ് കേട്ടോ. ഇത് മീഡിയമാണ്. എനിക്ക് സ്മോളേ പറ്റുള്ളൂ, സ്മോളും അല്ല എക്സ്ട്രാ സ്മോളേ പറ്റുള്ളൂ. അപ്പോൾ ഇതിന് ഷേപ്പ് ആക്കണം. ചിലപ്പോൾ ഇത് അമ്മ ഇടും, ചിലപ്പോൾ ഞാനിടും, പറയാൻ പറ്റില്ല. അതൊരു ടോപ്പ്. പിന്നെ ഇത് വേറെ കളറാണ്. നമുക്ക് ഡെയിലി യൂസിന് യൂസ് ചെയ്യാൻ പറ്റുന്ന ടോപ്പാണ്. ടോട്ടൽ 5 എണ്ണം വാങ്ങിച്ചു. സോ 500 രൂപയായി. 500 രൂപയ്ക്കും അവർ ഡിസ്കൗണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. 400 സംതിങ് എങ്ങാണ്ടേ ആയിട്ടുള്ളൂ. ഇതാണ് അടുത്ത ടോപ്പ്. ഇതും എല്ലാം മീഡിയമാണ് കേട്ടോ, മീഡിയമാണിത്. നിങ്ങൾ കാണുന്നുണ്ടല്ലേ? ഇതാണ് ആ കളർ. ഇതൊക്കെ അമ്മയ്ക്കായിരിക്കും, ബിക്കോസ് എനിക്ക് മീഡിയം പറ്റൂല, അല്ലെങ്കിൽ നമ്മൾ ഷേപ്പ് ചെയ്യേണ്ടി വരും. ഇത് അടുത്തൊരു കളറ്. ഇതെങ്ങനെയുണ്ട്? എനിക്കിതാണ് ഇഷ്ടപ്പെട്ട ബ്ലൂ. നല്ല ഭംഗിയുണ്ടെന്ന് തോന്നുന്നു. ഡെയിലി യൂസിന് പിന്നെ ഇതൊക്കെ യൂസ് ചെയ്യാമല്ലോ. ഇതൊന്ന്, ഇത് ലാസ്റ്റ് വണ്ണാണ് കേട്ടോ. അല്ല, ഒന്നും കൂടെ ഉണ്ട്. അതെവിടെയാ? അത് അമ്മ എവിടെ വെച്ച്. അതാണ് ലാസ്റ്റ് വൺ. കണ്ടോ? 3/4 കൈ. കുഴപ്പമില്ല, നല്ല നല്ല കംഫർട്ടബിൾ ആണെന്ന് തോന്നുന്നു. കണ്ടിട്ട് ഇട്ടെന്നൊക്കെ നോക്കുമ്പോൾ കൈയൊക്കെ ഇട്ടപ്പോൾ നല്ല കംഫർട്ടബിൾ ആണ്. ഡെയിലി യൂസിന് എന്തായാലും പറ്റുന്ന ടോപ്സ് ആണ് കേട്ടോ. അപ്പം 100 രൂപയോ. അപ്പം എന്തായാലും വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോകണം. ഡ്രസ്സ് കണ്ടതിൻ്റെ സന്തോഷത്തിലും അങ്ങനെ ഞാനിങ്ങനെ കുറച്ച് നേരം ഇരിക്കട്ടെ. അത് കഴിഞ്ഞ് ഇനിയിപ്പം ഡോക്ടറെ കാണാനുണ്ട്. ചിലപ്പോൾ ഇന്നോ അല്ലെങ്കിൽ നാളെ ആയിരിക്കും പോകാൻ പറ്റത്തുള്ളൂ. അപ്പം അത് ഞാൻ നെക്സ്റ്റ് വ്ളോഗിൽ ആഡ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പിന്നെ കുറേ പേര് എന്നോട് ചോദിച്ചു എന്തുകൊണ്ടാണ് ദുബായിൽ തിരിച്ചു പോകാത്തതെന്ന്. ചിലപ്പം അതിനുള്ള ഉത്തരവും നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നതായിരിക്കും. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റും ലൈക്കും ഷെയറും ചെയ്യണം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണുന്നവർ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ. എപ്പോഴും വീഡിയോ വൈൻഡപ്പ് ചെയ്യുമ്പോഴും വീഡിയോ സ്റ്റാർട്ട് ചെയ്യുമ്പോഴും വാവച്ചി ഉണ്ടാകുന്നതാണ്. പക്ഷെ വാവച്ചി ഇപ്പോൾ ക്ലാസ്സിലായതുകൊണ്ട് ഞാൻ എല്ലാവരോടും ടാറ്റ ബൈ ബൈ പറയാം. പിന്നെ വാവച്ചി ഇതിൽ പറയുന്നുണ്ടായിരുന്നു, ഞാനാണോ വാവച്ചിയാണോ
നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം? അപ്പോൾ അതും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.